അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുമ്പാവൂരിട്ട് കണ്ടിട്ട് നേരെ മേക്കര ആ ഡാമിന്റെ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. പക്ഷെ വീഡിയോസ് ഒക്കെ എങ്ങനെയോ എന്റെ പെൻഡ്രൈവിൽ നിന്നോ ഗോപ്രോന്നൊക്കെ പോയി. അപ്പൊ നേരെ നമ്മള് റഹ്മത്ത് ഹോട്ടൽ ബോർഡർ ചിക്കൻ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് എടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാം നഷ്ടപ്പെട്ട്. അപ്പൊ ഇനി നേരെ സുന്ദരവാണ്ടിപുരത്തേക്കാണ് പോണ. അപ്പൊ ആ സുന്ദരവാണ്ടിപുരത്തേക്ക് പോകുമ്പോൾ അവിടെ ഇപ്പോഴത്തെ ലെവൽ എന്താണെന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോയില് പറയാൻ പോകുന്നത്. കാരണം മുംബൈ പ്രദേശങ്ങളിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഫുള്ള് സൂര്യകാന്തി പൂവിന്റെ പാടപ്രദേശമായിരുന്നു ഈ കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റ് കൃഷികളാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെന്നപ്പോൾ കണ്ടിരുന്നത് നെൽകൃഷികൾ ഇട്ടിട്ടുണ്ട്, പിന്നെ ഉള്ളി, പിന്നെ അതേപോലെ തന്നെ പച്ചമുളക്, തക്കാളി എന്നീ സാധനങ്ങൾ ഇട്ടേക്കുന്നത്. അപ്പൊ ഈ പമ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം കുറച്ച് പ്രദേശത്ത് കുറച്ച് സ്ഥലം, ഒരു 1.5-2 ഏക്കർ അതിനുള്ളിൽ വരുന്ന ആ ഒരു ചുറ്റും മാത്രം കുറച്ച് സൂര്യകാന്തി പൂവിന്റെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് അവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ചെറുകിട കച്ചവടക്കാരുണ്ട്. അതായത് വീട്ടിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിൽക്കാനായിട്ട്, അല്ലാതെ ഈ പഴയകാല പനയോല കുട്ടയും സഞ്ചി വഞ്ചിയൊക്കെ വിൽക്കുമല്ലോ. അപ്പൊ ആ ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളെ വണ്ടി സൈഡിൽ പാർക്ക് വെച്ച് സൂര്യകാന്തി പൂവിന്റെ പാടത്തേക്ക് ഇറങ്ങി. അപ്പൊ ഏതാണ്ട് ഒരു ഇതൊക്കെ പൂത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഒരു പൂത്ത് തുടങ്ങിയ കുറെയൊക്കെ പൂക്കാനായിട്ട് ഇങ്ങനെ വിടരാനായിട്ട് നിൽക്കുന്നു, കുറെയൊക്കെ പൂത്ത് നിൽക്കുന്നു. അതും ഭയങ്കര ഞെരുക്കത്തിലല്ല നിൽക്കുന്നത്, ഒരുപാട് ഡിസ്റ്റൻസ് അനുസരിച്ചുള്ള രീതിയിലാണ് കൃഷിയുടെ ആ ഒരു ലെവൽ ചെയ്തിരിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ മുമ്പ് ഇതിന്റെ ഇടയിൽ കൂടെ നടന്നു പോകാൻ പറ്റത്തില്ലായിരുന്നു, അത്രത്തോളം ഞെരുങ്ങിയായിരുന്നു ഇതിന്റെ കൃഷി. അപ്പൊ അവിടെ ഈ പൂവിന്റെ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാൻ വരുന്നവർ അവിടെ ഒരു ഈ കൈനോട്ടക്കാരുണ്ട്. അപ്പൊ ഇവര് നമ്മുടെ ഈ പറക്കര, പരവൂര്, കാപ്പില ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ പുള്ളിക്കാർക്ക് എന്നെയൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ തത്തേനെ എനിക്ക് തന്നിട്ട് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തതാണ്. അപ്പം സത്യത്തിൽ ഇനിയൊരു തത്തേനെയൊക്കെ ലീഗലി ഇത് നമ്മളെ കൈവശം വയ്ക്കാനോ വളർത്തുവാനോ ഒന്നും നമുക്ക് റൂൾസ് ഉള്ളതല്ല. കാരണം നിയമപ്രകാരം ഇതൊരു ശിക്ഷാർഹമായ കുറ്റമാണ്. കാരണം ഞാനത് വാങ്ങിച്ചത് കൈനോട്ടക്കാരായിൽ നിന്നാണ്. അപ്പൊ ഞാനത് ഫോട്ടോസൊക്കെ എടുത്ത് അവരുടെ തന്നെ തന്നണക്ക് തിരിച്ച് സുരക്ഷിതമായി കൊടുക്കുകയും ചെയ്തു. അപ്പോ ഇതാണ് ഈ പൂ നിൽക്കുന്നതിന്റെ ആ ഒരു ലെവല്. ഒത്തിരി ഞെരുങ്ങിയൊന്നും പഴയ രീതിയിലൊന്നും നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം ഇതൊന്നും. പിന്നെ ഒരു 1 ട്രിപ്പ് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരാനൊരു ഇഷ്ടപ്പെടുന്നൊരു ഈ ഒരു സ്ഥലം മാത്രം പ്ലാൻ ചെയ്ത് വരും. നിങ്ങൾ നേരെ വരുമ്പോൾ നിറയെ വെള്ളച്ചാട്ടവും കാര്യങ്ങളുണ്ട്. ഒന്ന് തെന്മല എക്കോ ടൂറിസം സ്പോട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ബോട്ടിങ്, ഈ വനത്തിനുള്ള ഡാം ബോട്ടിങ്ങും അല്ലാതെ അവിടെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാലരുവി വരാം, തിരുമലക്കോവിൽ ടെമ്പിളിൽ വരാം. പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഗുണ്ടാർ എന്ന് പറയുന്നൊരു വാട്ടർഫാൾസ് പോലെ ഒരു ഡാമിന്റെ ഒരു പ്രദേശമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അച്ചൻകോവിൽ പ്രദേശത്ത് പറയുകയാണെങ്കിൽ കുമ്പാവരട്ടി, മണ്ണലാറും ഒക്കെ ഓപ്പൺ ആണ്. അപ്പം നമുക്ക് ഒരു 1 ട്രിപ്പ് കൊല്ലക്കാർക്കായാലും തിരുവനന്തപുരം ഈ ആ ഒരു ചുറ്റുപാടി കിടക്കുന്നവർക്ക് ഒരു 3-4 സൈറ്റ് സീനൊക്കെ സെറ്റ് ചെയ്ത് പോകാൻ പറ്റിയൊരു പ്രദേശമാണ് ഈ പറയുന്ന ഈ തമിഴ്നാട്ടിന്റെ തെങ്കാശി ബോർഡർ ഭാഗങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടിലെ തെങ്ങിന്റെ ഒരു പ്രാധാന്യം പോലെ തന്നെയാണ് അവിടെ തമിഴ്നാട്ടുകാർ ഈ പനയ്ക്കൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ആ പനക്കരിക്കിന്റെ ആ ഒരു കരിക്കും കള്ളൊക്കെ അവിടെ സുലഭമായി ലഭിക്കുകയും ചെയ്യും. கேரளாவில் தொழில் எல்லாம் ரொம்ப கஷ்டம். அதுக்காக ஊர் விட்டு ஊர் வந்து தமிழ்நாட்டில் என்ன சொல்லி பனங்கல்ல விட்டுட்டு இருக்கு. பனங்கருக்கு இருக்கு, பனங்கல் இருக்கு. தென்காசி பக்கம் சுந்தரபாண்டிபுரம் ஏதாவது வந்துச்சா என்கிட்ட இருந்து கல் ஏதாவது வாங்கி குடிக்கும். செம்மையா കുടിക്കണം. പിന്നെ ഭയങ്കരമായി രുചിക്കരാ അല്ലേ? പിന്നെന്തായാലും നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് എന്തായാലും 2 സഞ്ചിയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. കാരണം പെട്രോൾ അടിക്കാൻ ഇവിടുത്തെ ലാഭമാണ്, അതേപോലെ തന്നെ പച്ചക്കറി മേടിക്കാൻ. അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ടുള്ള ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു സൈഡിലൂടെ ആണ് അടുത്ത പ്ലാൻസ്. മുമ്പ് വരുമ്പോഴത്തേക്ക് ഈ സൈഡിലൊക്കെ ഇവിടുന്ന് തന്നെ പറിച്ച് നമുക്ക് ആ ഒരു നാട്ടിൽ കിട്ടുന്ന, അതായത് നമ്മുടെ കൊല്ലം ആ ഒരു പ്രദേശത്ത് ഒരു 50 രൂപ 60 രൂപയ്ക്ക് പച്ചമുളക് കിട്ടുമെങ്കിൽ 1 കിലോ പച്ചമുളക് 15 രൂപ 20 രൂപ ആ ലെവലിൽ കിട്ടും. പഴയകാലം നമ്മളെ കേരളത്തിന്റെ ആ ഒരു ഓണമൊക്കെ വരുമ്പോൾ ആ പ്രതീകമായിട്ട് നമുക്ക് ഈ നെൽപ്പാടങ്ങൾ സ്വർണ്ണം പോലെ വിളഞ്ഞെടുക്കില്ല. ആ കാഴ്ച കാണണമെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോകേണ്ടി വരും. അത്രത്തോളം പാടത്ത് ഇങ്ങനെ വിളഞ്ഞു കിടപ്പുണ്ട്. എന്ത് ഭംഗിയാന്ന് പറയുക കാണാൻ. ഈ സുന്ദരവാണ്ടിപുരത്ത് പൂ കാണാനായിട്ട് മാത്രം പോകണവർ എന്തായാലും പോകണ്ട. കാരണം നിങ്ങൾക്കത് വളരെ ഒരു നഷ്ടം തന്നെ ആയിരിക്കും, ഫ്യൂവൽ കാശും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട്
ആ ഒരു ട്രാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് വേറെ 5-6 സ്ഥലം കൂടെ സെറ്റ് ചെയ്ത് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. ഇപ്പോൾ പഴയ കണക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഈ വഴിയൊരു സൈഡ് വിൽക്കുന്നവരെ കുറച്ച് അമ്മച്ചിമാരെ കണ്ടു. അപ്പോൾ എല്ലാ സാധനവും 10 രൂപ വെച്ചിരിക്കുന്നത്. 10 രൂപയുടെ കൂട്ടങ്ങളാണ് ഈ കാണുന്നത്. കോളിഫ്ലവറിന് ഏതാണ്ട് 30 രൂപയാണ്. പക്ഷേ നമ്മുടെ തേങ്ങയ്ക്ക് വില കുറവുണ്ട് കേട്ടോ. പിന്നെ എണ്ണ അടിച്ച ലാഭം ഒരു 7 രൂപയുടെ വ്യത്യാസമുണ്ട് കേരളത്തിലെ ആയിട്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.